ആശ്വാസം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 50 വയസ്സ് വരെയാക്കാൻ കേന്ദ്രം. ഇന്ത്യയിലെ കോടിക്കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്ക് ആശ്വാസമായി നിർണായകമായ തീരുമാനമായി കേന്ദ്ര സർക്കാർ. നിലവിൽ 20 വർഷമായി നിജപ്പെടുത്തിയിരുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ലൈസൻസ് ഉടമകൾക്ക് 50 വയസ്സ് തികയുന്നത് വരെയാക്കി ഉയർത്താനാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആലോചിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ ലൈസൻസ് പുതുക്കുന്നതിനായി ഇടയ്ക്കിടെ RT ഓഫീസിൽ കയറിയിറങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. നിലവിലെ നിയമപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസിന് 20 വർഷമാണ് കാലാവധി. ഈ കാലാവധി പൂർത്തിയായാൽ ഉടമകൾ ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷിക്കുകയും ചില സാഹചര്യങ്ങളിൽ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ സമർപ്പിക്കുകയും വേണം. എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ലൈസൻസ് ലഭിച്ച ശേഷം 50 വയസ്സ് വരെ അത് സാധുവായിരിക്കും. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു മാറ്റം പരിഗണിക്കുന്നത്. ലൈസൻസ് കാലാവധി നിജപ്പെടുത്തുന്നത് തന്നെ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനും പെർമിറ്റ് പുതുക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായും ഓൺലൈനാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇത് ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കാനും പേപ്പർ വർക്കുകൾ ഒഴിവാക്കാനും സഹായിക്കും. ലൈസൻസ് ഫീസും പുതുക്കൽ തുകയും എല്ലാം ഓൺലൈനായി തന്നെ അടയ്ക്കാൻ സൗകര്യമുണ്ടാകും. ഓൺലൈൻ സംവിധാനം വഴി തന്നെ ഫീസ് ശേഖരിക്കുന്നത് തുടരുമെന്നതിനാൽ വരുമാന സ്രോതസ് സുരക്ഷിതമായിരിക്കും. അതേസമയം ലൈസൻസ് പുതുക്കുന്നത് ലഘൂകരിക്കുമ്പോൾ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് നെഗറ്റീവ് പോയിന്റുകൾ നൽകുകയും ഇത് ലൈസൻസ് റദ്ദാക്കുന്നതുമായോ സസ്പെൻഡ് ചെയ്യുന്നതുമായോ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതി നടപ്പാക്കും. നിയമലംഘനം നടത്തുന്നവർക്ക് തുടർന്ന് ലൈസൻസ് ലഭിക്കണമെങ്കിൽ പ്രത്യേക പരിശീലനമോ പുനർപരീക്ഷയോ പാസ്സാക്കേണ്ടി വരും. ഈ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ചർച്ചകൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഇത് നടപ്പിലാക്കുന്നതിനുള്ള സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.